ന്യൂസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്, ഹോസ്റ്റൽ എസെൻഷ്യൽ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊരു ബുക്കിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മറന്നുപോകാതെ നിങ്ങളടുത്ത് എല്ലാം പറയാൻ വേണ്ടിയാണ് ഞാൻ ബുക്കിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറന്നു. അപ്പോൾ നമുക്ക് ബുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാവർക്കും മെയിനായിട്ട് ആവശ്യമുള്ള സാധനമാണ് ബക്കറ്റ്. ബക്കറ്റ് ഇല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ട. തുണി കഴുകാനായാലും കുളിക്കാനായാലും നമുക്ക് ബക്കറ്റ് വേണം. അപ്പം എൻ്റെ കയ്യിൽ 2 ബക്കറ്റ് ഉണ്ട്. എല്ലാം തറയില്ല. ഇതിനകത്ത് വേറൊരു ബക്കറ്റ് ഉണ്ട്, ഞാനത് കാണിക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കപ്പ് അത്യാവശ്യമാണ്. പിന്നെ തുണി കഴിയുമ്പോൾ മണക്കാൻ കംഫർട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരെ വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് തുണി കഴിവാൻ ഇതെന്താ പറയുക, സൺപ്ലസ്. ഇതിനെന്താ കേട്ടോ പറയണേ, ഇത് വാഷിംഗ് മെഷീനിൽ കഴിവണേ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ കുറെ സോപ്പ്, ബാർ സോപ്പ്, തുണി കഴുകുന്ന സോപ്പ്. ബാർ സോപ്പ് അല്ലേ, തുണി കഴുകുന്ന സോപ്പ്. ഇത് ഞാൻ ഇങ്ങോട്ട് വെക്കാം, സ്ഥലമില്ല. ബാർ സോപ്പ് മറ്റേതല്ലേ, മറ്റേ വലിയ അതല്ലേ ഇതിനെന്താ സോപ്പ്, ഡോക്ടർ വാഷിന്റെ ഒരു ബാർ സോപ്പ് എന്ന് പറയാം. പിന്നെ എനിക്ക് കുറെ നാളായിട്ട് പർപ്പിൾ കളർ ടൂത്ത് പേസ്റ്റ് ഉള്ളതുകൊണ്ട് ക്ലോസപ്പിന്റെ പർപ്പിൾ കളർ ടൂത്ത് പേസ്റ്റ്. ഇനി ഇതിവിടെ പോയിട്ട് വേണം തേക്കാൻ. പർപ്പിൾ ആണോ എന്ന് അറിയാൻ വയ്യ, പക്ഷേ നമുക്ക് തേച്ചാം. പിന്നെ ഹാൻഡ് വാഷ്, ഹൈജീൻ ആവണം എപ്പോഴും. അപ്പോൾ കൈ എപ്പോഴും കഴിയണം, അതിൻ്റെ ഹാൻഡ് വാഷ്. ഇത് സ്ട്രോബെറി ബെറീസിന്റെ ഹാൻഡ് വാഷ് ആണ്. പിന്നെ വിം, നമ്മൾ പാത്രം കഴിയണം, അതുകൊണ്ട് വിം ആണ്. നമ്മുടെ 10 നാരങ്ങയുടെ ശക്തി വരുന്ന വിം ആണെന്ന് വെച്ചിട്ട് അത് തേക്കും. ഇതിനെന്താ പറയുന്നത്, സ്ക്രബാണ്. പിന്നെ ഇത് തുണി തേച്ച് കഴിവാൻ വേറൊരു സ്ക്രബ്. പിന്നെ ചീപ്പ്. എനിക്ക് ഈ പുതിയ ചീപ്പിനോട് അത്ര താല്പര്യമില്ല, ഞാൻ എപ്പോഴും പോകുന്ന ചീപ്പാണ് താല്പര്യം. പിന്നെ ഒരു സ്ഥലത്തൊക്കെ പോകണല്ലേ, അതുകൊണ്ട് ചീപ്പ് ഇരിക്കട്ടെ വിചാരിച്ചു. അപ്പൊ ഇത് നമുക്ക്, പിന്നെ ബക്കറ്റ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെക്കാം. എടുത്തെടുത്ത സാധനങ്ങൾ നമ്മൾ താഴോട്ട് വെക്കുന്നതാണ്. ഒന്നാമതേ സ്ഥലമുണ്ട്, ഞാൻ തന്നെ ഇവിടെ ഇറുവിയാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് തലങ്ങണയാണ്. ഇതാ ഒരു തലങ്ങണ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഹോസ്റ്റലിൽ പോണവർക്ക് തലങ്ങണ, ബെഡ് നമ്മൾ വാങ്ങിച്ചില്ല, പോവാൻ നേരത്ത് വാങ്ങിക്കാം. തലങ്ങണ ഉണ്ട്. അപ്പൊ ഞാൻ പോവാൻ നേരത്തല്ല, തലങ്ങണ പോവാൻ നേരത്തല്ല, അതിന് മുമ്പേ വാങ്ങും. അതിന് വാങ്ങിക്കണമെങ്കിൽ ഷോർട്സ് ഇടാം. അപ്പൊ നമ്മള് തലങ്ങണ അത്യാവശ്യമാണ്. തല വെച്ച് കിടക്കുന്നുണ്ടെങ്കിൽ തലങ്ങണ വേണം. തലങ്ങണ ഇല്ലാതെ കിടക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് തലങ്ങണ വേണം, തലങ്ങണ ഉണ്ട്. തലങ്ങണ വേണ്ട, തലങ്ങണ ഉണ്ട്. പിന്നെ നമുക്ക് പാത്രം, ആഹാരം കഴിക്കണോ, പാത്രം വേണം. അതുകൊണ്ട് അമ്മ എനിക്ക് പുതിയ പാത്രം, 3 കറി ഇട്ടാനുള്ള സ്ഥലമുള്ള പാത്രം, ഒരു പീസ് പാത്രം. ക്യാമറമാനെ കണ്ടു തോന്നുന്നു പാത്രത്തിൽ കൂടെ. അത് കഴിഞ്ഞ് ഇത് അത്യാവശ്യമാണ്, എന്നെപ്പോലുള്ളവർക്ക് അത്യാവശ്യമാണ്. ഇതാണ് സ്നാക്സ് ബോക്സ്. നമ്മുടെ ബിസ്ക്കറ്റ്, ചിപ്സ്, നമ്മൾ എന്ത് കൊണ്ടുപോയാലും അടച്ചുറപ്പുള്ള വെച്ചില്ലെങ്കിൽ ഉറുമ്പ് കയറും ഗൈസ്. അതുകൊണ്ട് നമ്മൾ നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു പാത്രം കൈ വെച്ചിരിക്കണം. പിന്നെ ഒരു ചെറിയ സ്പൂൺ, പുതിയതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കവറിൽ ഇട്ടേക്കുന്നത്. പിന്നെ ഒരു തവി പോലത്തെ സ്പൂൺ, ഒന്ന് കാണിക്കുമ്പോൾ ഒന്ന്, അതിന് വേണ്ടി 2 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോർക്ക് വേണോ, ഫോർക്ക് എടുക്കാം, പക്ഷെ എനിക്ക് ഫോർക്ക് വേണ്ട, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. പിന്നെ ഡസ്റ്റ്ബിൻ നല്ലതാണ്. നമ്മുടെ ഇപ്പൊ തുണിയൊക്കെ കഴുകാനായിട്ടുള്ള തുണികളൊക്കെ ഇതിൻ്റെ അകത്ത് ഇടാം. അപ്പൊ ഡസ്റ്റ്ബിൻ കൊണ്ടുപോകാൻ നല്ലതാണ്. പിന്നെ വേറൊരു ബക്കറ്റ്, ഇതെനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല പിങ്കി ആയിട്ടുള്ള ബക്കറ്റ് ആയിട്ട് ഉണ്ട്. അങ്ങനെ ബക്കറ്റ് എന്തിനാന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് നമുക്ക് കുളിക്കാനും ഒരു ബക്കറ്റ് നമുക്ക് തുണി കഴുകാനും അങ്ങനെ ഉപയോഗിക്കാം. 2 ബക്കറ്റ് ഉള്ളത് നല്ലതാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് ഇതൊക്കെ കോസ്മെറ്റിക്സ്, അതൊക്കെ നമ്മൾ വീട്ടിൽ കണ്ടു. പിന്നെ നമുക്ക് ഒരു മഗ് ആവശ്യമുണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ചതാട്ടോ. അതെ, നല്ല ഒരു അടപ്പുള്ള മഗ്.
നമ്മളിപ്പോൾ ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നല്ല ചൂടോടെ തന്നെ ഇരിക്കും. സ്റ്റീൽ അകത്ത് വരുന്ന കപ്പാണ്. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉണ്ട്. സ്പൂണൊന്നും നമുക്ക് ആവശ്യമില്ല, പിന്നെ ഇരിക്കട്ടെ. ചിലപ്പോൾ പായസമൊക്കെ തരുന്നെങ്കിലും സ്പൂൺ വേണ്ടേ കുഴിത്തിന്നാൻ. അപ്പം നമുക്ക് അതുണ്ട്. പിന്നെ നമുക്ക് ബോഡി വാഷാണ്. ഞാൻ കൂടുതലും ബോഡി വാഷാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ബോഡി വാഷ് ആണ്. ഇത് സോപ്പ് ഉപയോഗിക്കുന്നവർക്ക് സോപ്പ് ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് ബോഡി വാഷാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഒരു PSന്റെ ബോഡി വാഷ് വിത്ത് പൗച്ച് വേണ്ടി എന്താ എനിക്കറിയാൻ അങ്ങനെ ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ അതാണ്. പിന്നെ ഒരു സോപ്പ് പൊടി നല്ല പർപ്പിൾ അല്ലേ, വയലറ്റാ, പിങ്ക്, എന്തോ അതൊക്കെ ഒരു കളർ ഒരു സോപ്പ് പൊട്ടി നമുക്ക് വേണമെങ്കിൽ ബാർ സോപ്പ് ഒക്കെ ഇട്ട് വെക്കാം. അങ്ങനെ ഒരു സോപ്പ് പൊട്ടി. പിന്നെ ഇതും. അപ്പൊ അതൊക്കെ അതിനകത്ത്. പിന്നെ നമുക്ക് സ്പ്രേ. ഇതൊക്കെ കോസ്മെറ്റിക്സ് ആണ്. അതായത് നമ്മൾ ഇന്നലെ ലുലു മാളിൽ പോയപ്പോൾ വാങ്ങിച്ച സ്പ്രേ ആണ്. ഇത് യാഡ്ലിയുടെ ലണ്ടൻ എന്ന് പറയുന്നത്. നല്ല മണം കേട്ടോ. കൊറേ അടിച്ചു നോക്കിയപ്പോ കിട്ടിയത് കൊറേ നമ്മള് അവിടുത്തെ സ്പ്രേ മൊത്തം അടിച്ചു നോക്കി. അതില് ഏതൊക്കെ മണം വന്ന് പിന്നെ അവസാനം നല്ല മണമൊക്കെ ഉള്ള സ്പ്രേ ആണെന്നൊന്നും അറിയാതെ കുറച്ചു നേരം കൂടെ നിന്നാ പ്രാന്താവെന്ന് വിചാരിച്ച് പിന്നെ കിട്ടിയത് തലവേദന എടുത്ത് അവിടെ നിക്കാൻ വയ്യായിരുന്നു. സ്പ്രേ അടിച്ചടിച്ച് അങ്ങനെ എടുത്ത സ്പ്രേ ആണ്. പിന്നെ പിന്നെ ഇത് അതിൻ്റെ അകത്തുള്ളത്. ഇതിന്റെ വീഡിയോ അടുത്ത് വരുന്നു. ചിലപ്പോ ഇതിന് മുമ്പേ ആയിരിക്കും, ചിലപ്പോ ഇത് കഴിഞ്ഞായിരിക്കും. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യപ്പോ തന്നെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ. എങ്കിലേ എനിക്ക് ഈ പുതിയ പുതിയ വീഡിയോസ് ഇടാൻ ഒരു ഊർജ്ജം കിട്ടത്തുള്ളൂ. അങ്ങനെയാണ്. പിന്നെ അവിടെ ഇടാൻ ചെപ്പൽ, നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് കളർ ചെപ്പലാണ്. പിന്നെ വേറൊരു ഷൂ ഉണ്ടായിരുന്നു, അത് ഇവിടെ വെച്ച്. പിന്നെ എൻ്റെ ഹെഡ്ഫോൺ. പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഹെഡ്ഫോൺ, ഫോൺ, ചാർജർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറക്കാതെ എടുത്തോളും. അതൊക്കെ നിങ്ങൾ മറക്കാതെ എടുക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഇതാണ്. ഞാൻ ഇതിലൊന്നും നോക്കുന്നില്ല. പിന്നെ നമുക്ക് ഇതിന്റെ പേരെന്താണ്, പേഞ്ചീപ്പ് പോലത്തെ ഈരും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ചീപ്പ്. പിന്നെ കുറച്ച് സേഫ്റ്റി പിൻ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ചിലപ്പോ എവിടെയെങ്കിലും കീറിയിരിക്കണേ നമുക്ക് കുത്തണ്ടേ, അതുകൊണ്ട് സേഫ്റ്റി പിൻ. പിന്നെ ഇതെന്റെ അറ്റുകുറ്റു സാധനങ്ങളാണ്. ബണ്ണ്, സ്ലൈഡ്, ബോ, ഇതൊക്കെ ഞാൻ ഹെയർ ബാൻഡ്, സ്ലൈഡ്, ബണ്ണ്, അള്ള് ക്ലിപ്പ്. ഇനി അഥവാ ഓണമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡെക്കറേഷൻ ആയിട്ട് വെക്കാൻ വേറൊരു നല്ല ഡിസൈനുള്ള ക്ലിപ്പ്. പിന്നെ കുറച്ച് നെയിൽ പോളിഷ്, പൊട്ട് വെക്കണവർക്ക് പൊട്ട്, പിന്നെ റിമൂവർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമില്ല. എല്ലാം നമ്മൾ ഒരു ഇതിൽ ഇട്ടങ്ങ് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനത്തെ എല്ലാം കൂടി ഇട്ട് ഒരു മണ്ണ് പോയി ഗൈസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകം. അതൊക്കെ നമുക്ക് പിന്നെ അടയ്ക്കാം. പിന്നെ ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ടും അവിടെയൊക്കെ നല്ല സൗണ്ട് ആയതുകൊണ്ടും ഞാനൊരു മൈക്ക് കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു മൈക്കും ഉണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങനെ കുത്തണ മൈക്ക്. അപ്പോൾ അതുകൊണ്ട് ഗൈസ് അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫോണിൻ്റെ പ്രൊമോഷനാണെന്ന്. ഫോണിൻ്റെ പ്രൊമോഷനൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് വള, മേക്കപ്പ് സ്പഞ്ച്, ഇതെന്തിനാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇത് ഇതിൻ്റെ അകത്തുള്ള സാധനമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വള, ഇത് നമുക്ക് കയ്യിലിടാനുള്ള ബ്രേസ്ലെറ്റ്, മാലകൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. മൈക്ക് എങ്ങനെ കിട്ടിയെന്ന് പറയണ്ടായിരുന്നു. മൈക്ക് എങ്ങനെ കിട്ടിയെന്ന് പറയാം. മൈക്ക് നമുക്ക് കിട്ടിയത് എന്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ തന്നതാണ് ഗൈസ്. ചേട്ടൻ്റെ ഇൻസ്റ്റ ഐഡി വേണമെങ്കിൽ എത്തായി കൊടുക്കാം. ആൽഫാർ ഇട്ടെന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആ ചേട്ടൻ തന്ന കേട്ടോ. ഏത് നമ്മൾ തുറന്നു അത് തന്നെ. ഇത് ഗൈസ് ഇത് എൻ്റെ ഫോണിൻ്റെ കവറാണ്. ഇതെൻ്റെ ചേട്ടൻ്റെ ഫോണിൻ്റെ കവറാണ്. നമ്മളെല്ലാം ടെക്നോയുടെ ആൾക്കാരാട്ടോ. നമ്മൾ പ്രമോഷൻ ഒന്നുമില്ല, നമ്മൾ നമ്മുടെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. പിന്നെ ഇത്
അച്ഛൻ കൊണ്ടുവന്നതാണ്. നല്ല മിനി ആയിട്ടുള്ള ഇത് ബോഡി ലോഷനും ഷാമ്പുവും കണ്ടീഷണറും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ മിനി ആയിട്ട് എടുത്തേക്കാം. അപ്പം അതാണ് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ഞാൻ സ്പെക്സ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ക്ലീനറും അതിൻ്റെ തുണി, അപ്പോൾ അത് എനിക്ക് മസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോകും. പിന്നെ കുറച്ച് കുപ്പിവെള്ളം, അതൊക്കെ ഞാൻ ചുമ്മാ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കിടാൻ. ഗൈസ് ഇതാണ് എൻ്റെ നിധികുംഭം. ഇതില്ലാതെ ഞാൻ ഒരു സ്ഥലത്ത് പോകത്തില്ല. ഇതെൻ്റെ മെയിനായിട്ടോ. ഇതില്ലാതെ ഞാൻ ഒരു സ്ഥലത്ത് പോകത്തില്ല. ഇതിൻ്റെ കമ്മൽ കളക്ഷനാണ് ഗൈസ്. ഈ കുറച്ച് കമ്മലൊക്കെ മതി, പക്ഷേ എനിക്ക് എവിടെ പോയാലും ഇത് കൊണ്ടുപോകണം. എനിക്ക് ഓരോ സമയത്ത് കൺഫ്യൂഷനാണ്. ഇത് കുറച്ച് സ്റ്റഡ്സ് അങ്ങനത്തെ ഇതൊക്കെയാണ് കേട്ടോ, സ്റ്റഡ് വരുന്ന ഇതാണ്. പിന്നെ ഇത് മോതിരം കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഓരോ ടെപ്പൊക്കെ. ഹായ് ഗായ്സ്, അപ്പോൾ അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചു. അപ്പോൾ അച്ഛൻ വിളിക്കുമ്പോൾ നമ്മൾ എന്തായാലും എടുക്കണം. എന്തെങ്കിലും എടുക്കണമായാലും അച്ഛൻ വിളിക്കുമ്പോൾ നമ്മൾ എടുക്കണം. അതുകൊണ്ട് അച്ഛൻ വിളിച്ചു. അപ്പോൾ നമ്മളത് എടുത്തു. അതാണ് കട്ടായത്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഞാൻ പറയാം. എനിക്ക് ഈ വാ കഴിക്കാത്തതുകൊണ്ടും നിങ്ങൾക്ക് ബോറടിക്കുമെന്നോ എനിക്കറിയാം. നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കാം, എങ്കിലും നിങ്ങൾ സഹിച്ച് ശ്രമിച്ച് നിങ്ങൾ കാണുക. എനിക്ക് അത്രേ പറയാം. അപ്പോൾ നമുക്ക് ബാക്കിയിലോട്ട് കഴിക്കാം. കുറച്ച് അക്ഷര സ്ഫുടതയൊക്കെ കുറവായിരിക്കും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ. നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞതെന്ന്. ഇത് കൊണ്ടുപോകാതെ എങ്ങും പോകില്ല. ഇത് കൊണ്ടുപോകാതെ എങ്ങും പോകില്ല. ഇത് കൊണ്ടുപോകാതെ എങ്ങും പോകത്തില്ല, അതൊക്കെ പറഞ്ഞു. ഇത് മോതിരം എത്തിയായിരുന്നു. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ മോതിരം. കുറച്ച് മോതിരമുള്ളൂ ഗൈസ്, മോതിരമുണ്ട്. പിന്നെ ഇത് പുതിയ കമ്മൽ, അതുകൊണ്ട് പുതിയ കവർ ഇട്ടിരിക്കുന്നു. ഇത് കറുത്ത കളർ കമ്മൽ. ഇത് കുറെ ചിരിക്കും അങ്ങനത്തെ കുറെ സാധനങ്ങൾ. അതൊക്കെ ഞാൻ കുറേയൊക്കെ കവറിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട്, കുറേയൊക്കെ അല്ലാതെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അതുപോലെ ഇരിക്കുന്നത്. ഇത് നമ്മൾ സൂക്ഷിച്ചും കണ്ടുപോയിരിക്കും, ഒന്നും പറ്റാം. അപ്പോൾ ഇതിൻ്റെ നിധികുംഭമാണ് ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ നിധികുംഭം ഉണ്ടോ എന്ന് കമൻറ്റ് ബിലോ. എനിക്ക് കമ്മലെന്ന് വെച്ചാൽ പ്രാന്താണ് ഗൈസ്, എന്താന്തോ എനിക്കങ്ങനെയാണ്. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രാന്തുള്ള ഒരു സാധനമാണ് മേക്കപ്പ്. അങ്ങനെ കൂടുതൽ മേക്കപ്പ് ഒന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. പണ്ടേ ഞാൻ റൊട്ടേഷൻ ചെയ്യാറില്ല, എനിക്കറിയാലോ. അപ്പോൾ ഇത് നമ്മള് എന്തായാലും നമ്മള് ഏതോ ഒരു സൈറ്റിൽ നിന്ന് ഓർഡർ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമാണ് കേട്ടോ. ഇതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. കിട്ടിയാൽ കൊടുത്തേക്കാം, ഉറപ്പാണ് കൊടുത്തേക്കാം. അല്ലെങ്കിൽ സൈഡിലായാലും മെൻഷൻ ചെയ്യാം. വാങ്ങിച്ചതിന്റെ വല്ല സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. ഹോസ്റ്റലിൽ പോകണം എന്ന് പറഞ്ഞപ്പോ പാരി കോരി ഓർഡർ ചെയ്തു, ആദ്യം നന്നൊന്നും നോക്കിയില്ല. നമ്മള് ഓഫർ പെട്ടെന്ന് ഓഫ് ചെയ്തു. അപ്പൊ ഗൈസ് ഒരു സ്പഞ്ച്, ഇത് ഞാൻ വേറെ ഇട്ടിരുന്നത്. അപ്പൊ സ്പഞ്ച് വേണമെങ്കിൽ ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങാം, കാണാട്ടാ. ആദ്യം പൊട്ടാണ്. ഇത് പൊട്ട് നമുക്ക് വേറെ ഉണ്ട്. ഇത് ഞാൻ എപ്പോഴും വെക്കുന്ന കറുത്ത പൊട്ട്, അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കണം. പിന്നെ ഒരു നഖം വെട്ടുന്നവരാണെങ്കിൽ നഖം വെട്ടി ഉപയോഗിക്കാം. ഇത് ചേട്ടൻ ഇപ്പൊ നോക്കിയപ്പോൾ നഖം വെട്ടി ഇല്ലെന്ന് ഓർത്തത്. അപ്പൊ നാളെ നഖം വെട്ടണമെന്ന് ഇപ്പൊ ആലോചിച്ചു. നഖം വെട്ടി ഉപയോഗിക്കാം. അപ്പൊ നഖം വെട്ടി ആവശ്യമുള്ളവര് എടുത്തു വെക്കാം. നഖം വെട്ടി നല്ലതാണ്. പിന്നെ നമ്മൾ മുഖം നോക്കണമല്ലോ ഗൈസ്. ഇങ്ങനത്തെ കണ്ണാടി ഇത് രണ്ട് വശത്തുണ്ട്. ഇങ്ങനത്തെ കണ്ണാടി ഇടുമ്പോൾ പിന്നെ ചെവർ തൂക്കുന്ന കണ്ണാടി കൊണ്ടുപോയാൽ ചെവർ തൂക്കാൻ ഹുക്സ് എന്നല്ലേ പറയണേ, അതൊക്കെ കൊണ്ടുപോയിട്ട് വരും. അതുകൊണ്ട് അതില്ലാത്തത് നമ്മൾ പണ്ടേ ഇങ്ങനെ തോന്നുന്ന കണ്ണാടിയുണ്ട്, നമ്മൾ ഇങ്ങനത്തെ കണ്ണാടി കൊണ്ടുപോകാം കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് പിന്നെ നമുക്ക് വേണ്ടത് ടിഷ്യൂ ആണ്. ഇത് നല്ല കട്ടിയുള്ള പേപ്പർ ടിഷ്യൂ ആണ്, പക്ഷെ എങ്കിലും കട്ടിയുള്ള. ഇത് അച്ഛൻ കൊണ്ടുവന്നത് പെൺപിള്ളേരെയൊക്കെ പടമുള്ള. ഏത് പെൺപിള്ളേരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നല്ല പിങ്കി ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എല്ലാം മാച്ചിങ് ആണ് ഗൈസ്. എന്ന് നോക്കൂ ഗൈസ്, കണ്ടോ മാച്ച്. ഇത് കോയിൻസിഡൻസ് ആണ്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുണ്ട് ഓഫ് കോഴ്സ് ഫേസ് വാഷ്. ഇത് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ്. ഇതിന്റെ രണ്ടിന്റെയും കവർ ഞാൻ ഇവിടെ കൊണ്ടുപോകും. ഒരു സിറം, ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആൻഡ് പിന്നെ ഫേസ് വാഷ്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഇത് ഡെർമാക്കോയുടെ
പ്രോഡക്ട്സ് ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. അതൊക്കെ എല്ലാം അതിനകത്ത് വെക്കണം. പിന്നെ ഒരു സ്പഞ്ച് ഉണ്ട്, ഐലൈനർ. ഇത് ഡാസ്ലാറിന്റെ, ഇത് പ്രൊമോഷൻ അല്ല ഗൈസ്. ഇത് ഞാൻ ഇപ്പൊ എല്ലാം എടുക്കുമ്പോൾ പ്രൊമോഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം ഡാസ്ലാറിന്റെ പ്രോഡക്ട്സ് ആണ്. ഇത് ഡാസ്ലാറിന്റെ കാജൽ, ഡാസ്ലാറിന്റെ മസ്കാര, ഡാസ്ലാറിന്റെ ഐലൈനർ, ഡാസ്ലാറിന്റെ ഫൗണ്ടേഷൻ, ഡാസ്ലാറിന്റെ ഐബ്രോ പെൻസിൽ. വക്കണ്ടേ, പക്ഷെ ഡാസ്ലാറിന്റെ വരെ ഒന്നും നമുക്ക് തന്നിട്ടില്ല ഗൈസ്. ഇതൊക്കെ നമ്മൾ പൈസ എടുത്ത് വായിച്ചാണ്. ഡാസ്ലാറിന്റെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് 2 ഉണ്ട് ഗൈസ്. ഒന്ന് അമ്മയ്ക്ക് കൊടുത്ത്. പിന്നെ ഇത് സ്റ്റുഡിയോയുടെ ലിപ്സ്റ്റിക്. ഇത് വീണ്ടും ഡാസ്ലാറിന്റെ ലിപ്സ്റ്റിക്. ലിപ് ലൈനർ, സ്റ്റുഡിയോയുടെ ലിപ് ലൈനർ. പിന്നെ ഹിമാലയയുടെ ഒരു ലിപ് ബാം ഉണ്ട്. അതാണ് കാണാട്ടെ. പിന്നെ ഇതൊക്കെ എന്താ, ഒരു ഇത് ഡാസ്ലാറിന്റെ ഐഷാഡോ പാലറ്റ്. ഇത് മുല്ലപ്പൂവിന്റെ സെന്റാണ് ഗൈസ്. സൂപ്പർ സെന്റാണ്. ഓണത്തിന് കഴിച്ചിട്ടുണ്ടെങ്കിൽ മുല്ലപ്പൂ മടക്കും ഗൈസ്. അങ്ങനത്തെ ഒരു സെന്റാട്ടോ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോമ്പാക്ട് പൗഡർ അത് ചുമ്മാ വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ബ്രഷ്, ഇതാണ് മേക്കപ്പ് ബ്രഷ് കേട്ടോ ഗൈസ്. ഇതൊക്കെ ചുമ്മയാണ്. ഞാൻ അങ്ങനെ മേക്കപ്പ് ബ്രഷ് ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഗൈസ് ഇതാണ് എൻ്റെ മെയിൻ കണ്ണാടി. ഇതാണ് ഗൈസ്. ഇത് വലിയ കണ്ണാടി ഉണ്ട്. കണ്ണൊക്കെ വരയ്ക്കണമെങ്കിൽ വലുതിനും, പിന്നെ ഒരു പ്ലെയിൻ മിററും ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇത്ര സാധനങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ നൂറ് സാധനങ്ങളുണ്ട്. ഒരു ടെപ്പിക്കകത്ത് പൗഡർ ഉണ്ടായിരുന്നു. ഒരു ടാൽക്കം പൗഡർ വേണമായിരുന്നു. അപ്പൊ അത് എനിക്ക് ചുമ്മാ ടാൽക്കം പൗഡർ എനിക്ക് ടാൽക്കം പൗഡർ ഉണ്ട്. അതിന്റെ പെട്ടി കാണാനില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഗൈസ് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഗൈസ്. ഞാൻ എല്ലാം പറഞ്ഞോന്നും കൂടെ നോക്കട്ടെ ഗൈസ്. ഇനി ഇതിനകത്താണ് ഗൈസ്. ഇത് തുറന്നു കാണിക്കില്ല. ഇതിനകത്ത് തുണികളാണ്. പിന്നെ പെട്ടിക്കകത്താണ് കാണിച്ചത്. ഇതിനകത്ത് തുണികളാണ് ഗൈസ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു തുണികൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച പെട്ടിയാണ് ഗൈസ്. അടിപൊളി പെട്ടിയാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ, ഞാൻ ഇതിന്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പൊ എല്ലാം കാണിച്ചെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ രണ്ട് ബാഗ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ചോദിച്ചോട്ട് കോളേജിൽ പറ്റില്ലല്ലോ, അതുകൊണ്ട് 2 ബാഗ് എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ബാഗും ഒരല്ലാതെ ബാക്ക് പാക്ക് ആയിട്ടുള്ള അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പെട്ടി തുറക്കും ഗൈസ്. പെട്ടി തുറക്കും മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ച സൈഡിൽ ഒരു കവർ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ ബ്രഷും പേസ്റ്റും, നിങ്ങൾ നോക്കിയപ്പോൾ പേസ്റ്റ് മാത്രം കഴിച്ചു. ഈ പെങ്കൊച്ച് പല്ലേക്കൂലേ നിങ്ങൾ ആലോചിച്ചാണ്. ബ്രഷ് ഉണ്ടാക്കുന്നതിനൊന്നും കാണിക്കാത്ത ഒരു കവർ മിസ്സായി. അതാണ്. അപ്പൊ നമുക്ക് ആദ്യം മെയിനായിട്ട് ഗേൾസ് ആകുമ്പോൾ ആവശ്യമുള്ളതാണ് സാനിറ്ററി നാപ്കിൻ. അപ്പൊ അത് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഇന്നലെ ഫ്ലിപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത് വന്ന കുപ്പിയാണ് ഗൈസ്. ഞാൻ കുറേ പേരുടെ റിവ്യൂസ് ഒക്കെ കേട്ടു. എന്താ കുറേ പേര് റിവ്യൂസ് ഒക്കെ കേട്ടു. ഈ ഹോസ്റ്റലിൽ വെള്ളം രാവിലെ എടുത്തോണ്ട് വെക്കണം, പിന്നെ അങ്ങനെയൊക്കെ. അതുകൊണ്ട് വലിയ കുപ്പിയൊക്കെ കൊണ്ടുപോകണം. അതുകൊണ്ട് നമ്മള് ഫ്ലിപ്പിൽ നിന്നൊരു കുപ്പി, ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന കുപ്പിയാണ്. അപ്പൊ അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റി. ഇതൊരു വലിയ കുപ്പി. പിന്നെ അതിലൊരു ചോട്ടുണ്ട്. ഇതിന് നടുക്ക് വേറൊരു കുപ്പിയുണ്ട്. അത് അങ്ങ് വെച്ചിട്ടുണ്ട്. ഈ ചോട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മിനിയേച്ചർ വേർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ രണ്ട് കുപ്പിയുണ്ട്. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം ഗൈസ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. മറന്നുപോയില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് കൊടുക്കണമെങ്കിൽ എല്ലാത്തിനും. പിന്നെ നമുക്ക് തുണി കഴുകണം, തുണി ക്ലിപ്പ് ഇടണം, പറന്നു പോകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. സ്റ്റീലിന്റെ, നമ്മൾ പ്ലാസ്റ്റിക്കിനൊന്നും ഉപയോഗിക്കാറില്ല. സ്റ്റീലിന്റെ വില കൂടിയ ക്ലിപ്പ് തന്നെ നമുക്ക് ഉപയോഗിക്കണം. ഇത് 200 സംതിങ് രൂപയായി ഗൈസ്. വെരി എക്സ്പെൻസീവ് ഗൈസ്. നിങ്ങളൊന്നും വാങ്ങിക്കണ്ട. ഇത് സാധാ പ്ലാസ്റ്റിക്കിന്റെ 20-30 കിട്ടും. അതൊക്കെ വാങ്ങിക്കണ നല്ലത്. ഇത് വെരി എക്സ്പെൻസീവ്. നമ്മളെവിടെ പോയപ്പോ തടിയിലെ കണ്ടായിരുന്നു. നമ്മളിന്നലെ ലുലുവിൽ പോയപ്പോഴത്തേക്ക് തടിയിലതും ഉണ്ടായിരുന്നു.
അതെത്രയായിരുന്നു അത് വില നോക്കിയില്ല. വില വെക്കില്ല. അപ്പൊ അതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ ഇവിടുന്ന് കടയിൽ നിന്ന് വെച്ചപ്പോൾ വെരി എക്സ്പെൻസീവ്. പക്ഷേ നമ്മുടെ വെബ്സൈറ്റ്സിലൊക്കെ വില കുറവുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ മുഖമൊക്കെ തുടയ്ക്കണമല്ലോ. അതുകൊണ്ട് ഒരു ടിഷ്യൂ പേപ്പർ ഒരു കവർ. ടിഷ്യൂ പേപ്പർ അല്ല, ടിഷ്യൂ പേപ്പർ. ടിഷ്യൂ പേപ്പർ പ്രൊണൗൺസിയേഷൻ അത് ഇത്തിരി കുഴപ്പമായിരിക്കും, നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ പിങ്ക് കളർ ബ്രഷ് ഗൈസ്. പിന്നെ ടങ് ക്ലീനർ, നാക്ക് പിടിക്കാൻ. നാക്ക് പിടിച്ച് ഉള്ള സ്ഫുടതയും പിടിക്കും. പിന്നെ നിങ്ങൾക്ക് പൂട്ട് വേണം ഗൈസ്. ഹോസ്റ്റലിൽ പോകുമ്പോൾ പൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അടിച്ചോണ്ടു. അതുകൊണ്ട് പൂട്ട്. പിന്നെ ഇതൊരു പേന, ഡുഡു പെൻ എന്നൊക്കെ പറയും. എനിക്ക് ആവശ്യമുള്ളതാണ്, അത് അതിൻ്റെ കൂടെ ഉള്ളതാട്ടോ. പിന്നെ ഒരു വിക്സ്, ഇത് കമ്പനിയുടെ എടുത്തത്. പിന്നെ ഒരു വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് മുടി തേക്കാൻ. നോക്കാണ്ട് ഗൈസ് മുടിയൊക്കെ പൊഴിഞ്ഞു വരും. പിന്നെ ഒരു ഷേവിങ് സെറ്റ് രണ്ടെണ്ണമുണ്ട് ഗൈസ്. അപ്പോൾ അതുണ്ട്. പിന്നെ വാച്ച്, ഇതൊക്കെ അമ്മ മറന്നുകൊണ്ടെന്ന് പറഞ്ഞ് എടുത്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ പൊട്ടിയില്ല പെട്ടി തുറക്കാം. കുറെ നേരം കൊണ്ട് നിങ്ങൾ പെട്ടി തുറന്ന് പറഞ്ഞു എന്താക്കുന്നു. നമുക്ക് പെട്ടി തുറക്കാം. ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് കുറെ നേരം കൊണ്ട് നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണം. പെട്ടി തുറക്കാം എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടി തുറക്കാം. ഇനി നിങ്ങളെ പറ്റിക്കില്ല ഗൈസ്. അത് പെട്ടി തുറക്കാം. പെട്ടി തുറന്നിട്ട് പറയാത്ത സാധനങ്ങളൊക്കെ പറയാൻ കേട്ടോ ഗൈസ്. അയ്യോ തിരിഞ്ഞു പോയി ഗൈസ് പെട്ടി. ഇങ്ങനെ വെച്ചാണ് പെട്ടി തുറക്കാനുള്ളത്. ഞാൻ കുറെ നേരം കൊണ്ട് ഒന്നാണ്. അയ്യാ തുറന്ന് സഹായിക്കും മോനെ. ഇനി നമുക്ക് പിടിച്ച് ഇത് ഡ്രസ്സാണ്. ഇതിൽ കുറച്ച് ഡ്രസ്സും കൂടെ വെക്കാണ്ട് നമുക്ക് ആ ഭാഗം കൊണ്ട് തുറക്കാനുള്ളത്. അത് തുറ മോനെ. ആ ഭാഗത്ത് വരുന്നത് ഹാങ്ങറാണ് ഗൈസ്. ഹാങ്ങർ. പിന്നെ ഒരു തൊപ്പി, ചുമ്മാ തൊപ്പി. എനിക്ക് ഇഷ്ടമുള്ളതല്ല, നമ്മുടെ എന്താ ഇത് നല്ല സോഫ്റ്റ് ആണ് ഗൈസ്. നല്ല സോഫ്റ്റ് ആയിട്ട് കർച്ചീഫ്. ഇതാണ് ഗൈസ്. ഇത് നമ്മുടെ വേറൊരു വീഡിയോയിലുള്ള സാധനമാണ്. അപ്പൊ അത് പിന്നെ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പൊ ഗൈസ് ഇത് ഞാൻ ആ വീഡിയോ ഞാൻ ഇത് കട്ട് ചെയ്ത് കയറ്റി കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ട് വീഡിയോയുടെ ഈ ക്ലിപ്പ് കാണുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ A3യുടെ സ്കെച്ച് ബുക്ക്. 3 എണ്ണം. അത് 3 എണ്ണം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ A3യുടെ സ്കെച്ച് ബുക്ക് ആട്ടോ 3 എണ്ണം. ഡോംസിന്റെ സ്കെച്ച്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഇത് കൊണ്ടേ പോകണം വാശിയായിരുന്നു. അപ്പൊ അത് ഇരിക്കണം. അപ്പൊ ഇതൊക്കെ ഒന്ന് അതുപോലെ വെക്കട്ടെ കേട്ടോ. ഞാൻ അടുക്കി പൊക്കി വെച്ചിരുന്നതാണ്. ഇതാ കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തുറന്നിട്ടുണ്ട്. പെട്ടി തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് അത് അടച്ചിട്ട് അടച്ചാൽ ഈ പെട്ടി ഒന്ന് മാറ്റിയിട്ട് കാണാം. നമ്മുടെ പെട്ടിയൊക്കെ അടച്ചിട്ടുണ്ട്. നമുക്ക് പറയാത്ത സാധനങ്ങൾ പറയാം. അപ്പൊ ഗൈസ് ഇതിന്റെ അകത്ത് നമ്മുടെ സോക്സ് അങ്ങനത്തെ ചെറിയ ചെറിയ അരക്കുമുറുക്ക് സാധനങ്ങളാണ്. പിന്നെ ഇതിന്റെ അകത്ത് വന്നിട്ടുള്ളത് ഡ്രസ് വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകളും പിന്നെ ടവല്, ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, തലങ്ങണ അങ്ങനത്തെ സാധനങ്ങളാണ് ഗൈസ്. അല്ലേ? പിന്നെ നേരത്തെ കാണിക്കാതെ പൗഡറുകളുണ്ട്. വെച്ചേക്കൊണ്ടാണ് എടുക്കാത്തത്. എനിക്ക് പിഴുത്തിട്ട് എടുക്കാൻ വയ്യാത്തോണ്ട് പൗഡർ കാണിച്ചു. അപ്പൊ ഗൈസ് നമ്മൾ നേരത്തെ കാണിക്കാത്ത സാധനങ്ങൾ ഞാൻ കാണിക്കാം. ഗൈസ് എനിക്ക് കോളേജ് ഇട്ടിട്ട് പുതിയ ചെരുപ്പ് വാങ്ങിച്ചു ഗൈസ്. അപ്പൊ അതിലെ ചെരുപ്പാണ് ഗൈസ്. ഇതാണ് ഞാൻ കോളേജിൽ ആദ്യത്തെ ഷൂ. ഇതാണ് ഷൂ.
നല്ല നല്ല കളർഫുൾ അല്ലേ. ഈ ഷൂവിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് ഗൈസ്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ ഈ വീഡിയോ തന്നെ വലുതായിരിക്കും. എഡിറ്റ് ചെയ്ത് കുഞ്ഞാക്കണം. പിന്നെ ടാൽക്കം പൗഡർ ഞാൻ നേരത്തെ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ, ആ ടാൽക്കം പൗഡർ ഒരു ടിന്നിനകത്താക്കി. എനിക്ക് ഇത്ര മതി കേട്ടോ ഗൈസ്. കുറച്ച് ടാൽക്കം പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. യാഡ്ലിയിലാണ്, നല്ല മണമുള്ള ടാൽക്കം പൗഡറാണ്. ഇത് മറ്റേ വീഡിയോയിലുള്ള എറൈസർ. എല്ലാം ഡോംസ് ആട്ടോ. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കും ഓ മാക്കിന്റെ വെട്ടി ഓ വയ്യ, പക്ഷെ മാക്കല്ല ഗൈസ്. ഇതിനകത്ത് ഇത് മറ്റേ ബ്രഷിന്റെ വെട്ടിയാ. ഇതിൻ്റെ അകത്ത് തലയിൽ വെക്കാനുള്ള ക്ലിപ്പ്, സ്ലൈഡ്, അള്ള്, ഒരു റബ്ബർ ബാൻഡ്, കറുത്ത കളർ റബ്ബർ ബാൻഡ് ഉണ്ട്. അതാണ്. പിന്നെ ഗൈസ് പിന്നെന്താ, നമ്മള് ടവല് ഇതിനകത്തുണ്ട്, ടിഷ്യൂ പേപ്പർ കാണിച്ച്. പിന്നെ ഗൈസ് വെറ്റ് വൈപ്സ് ഉണ്ട്. നമ്മുടെ ബ്യൂട്ടി ഇതിൻ്റെ സൈഡിലായിട്ട് വെറ്റ് വൈപ്സ് ഉണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് അടിപൊളി വെറ്റ് വൈപ്സ് ആണ്. ഇത് അച്ഛൻ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ വെറ്റ് വൈപ്സ് ഉണ്ട്. വേറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ വെറ്റ് വൈപ്സ് ഉണ്ട്. പിന്നെ മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്ക്, ഷാമ്പൂ, കണ്ടീഷണർ, അതൊക്കെ ഞാൻ കാണിച്ചായിരുന്നല്ലോ. പിന്നെ ഇനി എണ്ണ കാച്ചണം. അത് എണ്ണ കാച്ചിയില്ല, കാച്ചു കഴിഞ്ഞ് വീഡിയോ. പിന്നെ ഓർണമെന്റ്സ്, മോതിരം, മാല ഉള്ളതുകൊണ്ട് മാല ഇടല, അങ്ങനത്തെ ഓർണമെന്റ്സ്, ആ വളയം, അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ. പിന്നെ ബെഡ്ഷീറ്റ്, പില്ലോ കവർ എല്ലാം ഇതിനകത്ത്. ഡ്രസ്സ് ഇതായിട്ട് ഇതിനകത്തുണ്ട്. പിന്നെ നെയിൽ പോളിഷ്, നെയിൽ കട്ടർ, അതെല്ലാം നമ്മൾ കാണിച്ചായിരുന്നു. പിന്നെ ഡ്രസ് ക്ലിപ്പ്, ഹാങ്കർ, ഇതെല്ലാം കാണിച്ച്. സ്കൂട്ടർ ലോക്കും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങൾ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മെഡിസിൻസ് ഒക്കെ വെച്ചേക്കുക. ആവശ്യമായിട്ടുള്ള ഒരു മെഡിസിൻസ് ഒക്കെ വെച്ചേക്കുക. പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സാധനമാണ് കണ്ണാടിയും അതിൻ്റെ ക്ലീനറും. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ണാടി അവിടെ ഉണ്ട് ഗൈസ്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കണ്ണാടി വെക്കാതിരിക്കുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എടുക്കാളെല്ലാം ഓർത്ത് വെച്ച് എഴുതി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ദിസ് ഇസ് സൈനിങ് ഓഫ്.